സാത്താൻ സേവകരുടെ കുതന്ത്രങ്ങളിൽ ഒരു നാൾ ആ യുവതി അകപ്പെട്ടുപോയി. എന്നാൽ അതെല്ലാം സത്യമെന്നും തന്നെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ടെന്നും അവൾ വളരെ വൈകിയാണ് തിരിച്ചറിഞ്ഞത്. ജാക്ക് മറീനോ എന്ന യുവതിയെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. സാത്താൻ സേവകരുടെ പിടിയിൽ നിന്നും രക്ഷപ്പെട്ട് യേശുവിനെ തിരിച്ചറിഞ്ഞ അനുഭവങ്ങളെക്കുറിച്ച് കഴിഞ്ഞ ദിനം ഒരു പോഡ്കാസ്റ്റിൽ വെച്ച് ജാക്ക് മറീനോ പങ്കുവച്ചിരുന്നു. ഇത്തരം ദൈവനിഷേധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടെങ്കിലും അതൊന്നും ദൈവത്തിനെതിരല്ല എന്ന നിലപാടായിരുന്നു ജാക്കിന്. എന്നാൽ ജീവിതം ഇരുട്ടിലേക്ക് നീങ്ങിയപ്പോഴായിരുന്നു ഇത്രയും കാലം താൻ സഞ്ചരിച്ച വഴി ദൈവത്തിനെതിരെയായിരുന്നു എന്ന് അവൾ തിരിച്ചറിഞ്ഞത്. എങ്ങനെ ഇത്തരം ഗ്രൂപ്പുകളിൽ ഇവർ അകപ്പെട്ടു എന്ന ചോദ്യത്തിന് ഇവർ നൽകിയ മറുപടി ഇതായിരുന്നു: ഒരു ക്രിസ്ത്യൻ കുടുംബത്തിൽ ജനിച്ചെങ്കിലും ക്രിസ്തുവിലുള്ള വിശ്വാസത്തെക്കുറിച്ച് പറഞ്ഞു തരാൻ എനിക്ക് ആരുമില്ലായിരുന്നു. പകരം ആകെ ലഭിച്ചത് കുറെ വേദനകളും മുറിവുകളുമായിരുന്നു. അതിൽ നിന്നും രക്ഷ നേടാനായിരുന്നു ഞാൻ ഇത്തരം നിഗൂഢ സംഘടനകളിലേക്ക് എത്തപ്പെട്ടത്, ജാക്ക് മറീനോ പറഞ്ഞു. ഇരുട്ടിന്റെ മറവിൽ ഞാൻ ചെയ്തിരുന്ന പ്രവൃത്തികൾ ഒരു നാൾ എനിക്ക് നേരെ തിരിഞ്ഞു. ഇരുട്ടെന്നെ ഭയപ്പെടുത്താൻ തുടങ്ങി. ഞാൻ വലിയ തെറ്റുകളിലൂടെയായിരുന്നു കടന്നുപോയതെന്ന് ആ നിമിഷം ഞാൻ തിരിച്ചറിഞ്ഞു. യേശുവിന്റെ മുഖമായിരുന്നു എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നത്. യേശുവിന്റെ നാമത്തിൽ ആ നാരകീയ ശക്തികളെ ബന്ധിച്ചപ്പോൾ എന്നെ ലക്ഷ്യം വെച്ച ആ നാരകീയ ശക്തികൾ എന്നെ വിട്ടുപോയി. മുട്ടുകുത്തി സാഷ്ടാംഗം പ്രണമിച്ച ശേഷം എൻ്റെ യേശുവേ, എന്നെ രക്ഷിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ആ നിമിഷം പ്രാർത്ഥിച്ചതെന്ന് ഇവർ വെളിപ്പെടുത്തിയിരുന്നു. താൻ ഒരു നാൾ വേദനിപ്പിച്ച യേശുവിന് സാക്ഷ്യം വഹിച്ച് ജീവിക്കാൻ തീരുമാനമെടുത്തിരിക്കുകയാണ് ജാക്ക് മറീനോ.